ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നേക്കുന്നത്. ഒരു പ്രധാന കാര്യം, അതായത് പലർക്കും പല ഹെൽത്ത് പ്രോബ്ലംസും ഉള്ള ആൾക്കാരാണ് എല്ലാവരും, അല്ലേ? അപ്പോൾ ഞാനും ഓൾറെഡി ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആകപ്പാടൊരു അസ്വസ്ഥത, എന്ത് മരുന്ന് കഴിച്ചാലും മാറുന്നില്ല, അങ്ങനെ ഭയങ്കര അസ്വസ്ഥമായ അവസ്ഥയിലൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അനീമിയ ഉണ്ട്, വിളർച്ച. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള. അപ്പോൾ അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ അനീമിയ വളരെ എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. പക്ഷെ അത് വളരെ ഡേഞ്ചറായ അവസ്ഥയിലേക്ക് പോകും പലർക്കും. എനിക്കത് ഡേഞ്ചറായ അവസ്ഥയിലേക്ക് പോയിരുന്നു. 12 ഒക്കെ വേണം അതിൻ്റെ ഒരു കൗണ്ട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക്. പക്ഷെ എനിക്കത് 5 വരെയൊക്കെ പോയി തീരെ വയ്യാത്തൊരവസ്ഥയിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന്, എനിക്ക് ബ്ലഡ് കയറ്റേണ്ടിയൊക്കെ വന്നു. 2 കുപ്പി ബ്ലഡൊക്കെ കയറ്റി. അപ്പോഴാണ് അത് കഷ്ടിച്ച് ഒരു 10 വരെയൊക്കെ എത്തിയത്. പിന്നെ അതിൻ്റെ മെഡിസിൻസ് ഒരുപാട് കഴിച്ചു. പിന്നെ ഈ അനാർ, അതായത് മാതള നാരങ്ങ, അത് കഴിച്ചു. എന്നിട്ടൊന്നും അതിന് ഒരു ഉയർച്ച കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി, ഹോമിയോ ഡോക്ടറാണ്, അവർ ഉഷ ചേച്ചിയാണ്. ഉഷ ചേച്ചി, ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ കരുതുന്ന ഒരു ഡോക്ടറാണ് ഉഷ ചേച്ചി. അവരെനിക്ക് പറഞ്ഞു തന്ന ഒരു ടിപ്പുണ്ട്, അതായത് ഒരു ഒറ്റമൂലി. ഒറ്റമൂലി എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കണം കേട്ടോ. അതായത് നമ്മുടെ മുരിങ്ങയിലല്ലേ, ഇതെല്ലാവർക്കും അറിയാം. മുരിങ്ങ നമ്മൾ കറി വയ്ക്കാനും അതുപോലെ തോരൻ വയ്ക്കാനും ഒക്കെ എടുക്കുന്നതാണ്. ഈ സംഭവം കറി വെച്ച് കൂട്ടിയാലൊന്നും എനിക്ക് ദഹിക്കില്ല. അത് വയറ് ഡിസ്റ്റർബ് ആവുകയും അതങ്ങനെ മോഷനായിട്ട് പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ദേഹത്ത് പിടിക്കില്ല. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറച്ച് ഇങ്ങനെ എടുത്ത് അരയ്ക്കുക. ഇതിന്ന് ഈ ഇലയൊക്കെ എടുത്ത് അമ്മിക്കല്ലിലിട്ട് അരയ്ക്കുക. അരച്ച് കഴിഞ്ഞിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, അത്രയും മതി, ഒരു ഇച്ചിരി എടുത്ത് അരച്ച് കഴിക്കുക. അപ്പം ഞാനിത് ഇങ്ങനെ എടുത്ത് വെള്ളം കൂട്ടാതെ അരച്ചൊരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് അങ്ങ് വിഴുങ്ങുക ചെയ്യാറ്. അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഒരുമാതിരി തോന്നിയിട്ട് ഞാനത് വിഴുങ്ങും. വിഴുങ്ങിക്കഴിഞ്ഞിട്ട് ഒരിച്ചിരി ഉപ്പില്ലേ, ഉപ്പ് ഇത്തിരി എടുത്ത് നാവിൽ വയ്ക്കും. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഇറിറ്റേഷൻ പോകും. അങ്ങനെ ഞാൻ ഒരാഴ്ചയോളം ഇത് കഴിച്ചിട്ട് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് വ്യത്യാസം കണ്ടു. അപ്പോൾ ഇതൊരു നല്ലൊരു മരുന്നായി എനിക്ക് ആ ചേച്ചി പറഞ്ഞു തന്നതാണ്. അപ്പം ഞാനിത് ലാബിൽ ഉള്ള ചേച്ചിമാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അവരിത് മറ്റുള്ളവർക്ക്, അവിടെ വരുന്ന അനീമിക്കായിട്ടുള്ള പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുത്തു. അവരിത് വീട്ടിൽ പോയി പരീക്ഷിച്ച് അവർക്ക് നല്ല റിസൾട്ടും കിട്ടി. അപ്പോൾ ഇത് നല്ല ഒരു, എന്താ പറയുക, നല്ലൊരു മരുന്ന്. നമ്മുടെ തൊടിയിലുണ്ടാവുന്ന സാധാരണ മുരിങ്ങയാണ്. ഇതിൽ ഒരുപാട് വൈറ്റമിൻസും എല്ലാം ഉണ്ട്. നമുക്ക് മരുന്ന് കഴിച്ചാൽ പോലും കിട്ടാത്ത അത്രയും ഒരുപാട് വൈറ്റമിൻസ് ഉള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇത് രക്തക്കുറവുള്ളവർക്ക് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, കറി വെച്ച് കൂട്ടിയാലൊന്നും അതിന് റേസ് ആവുന്നില്ല എന്നുള്ളവർക്ക്, ഹീമോഗ്ലോബിൻ റേസ് ആവുന്നില്ല എന്നുള്ളവർക്ക് ഇതിങ്ങനെ ഒന്ന് അരച്ച് കഴിച്ചാൽ അതിൻ്റെ വ്യത്യാസം അറിയാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ട്. ഞാനിപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഇത്. നിങ്ങളോടും കൂടി പറഞ്ഞാൽ ഇതേ പ്രോബ്ലം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവും അനീമിയ ഉപദ്രവം ഉള്ളവർക്ക്. അപ്പോൾ ആ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. കുക്കിംഗ് ഒന്നും ഇന്നില്ല, ഇന്നിപ്പോൾ അതേ ഉള്ളൂ. ഞാൻ ഇങ്ങനൊരു വീഡിയോ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ പറയാൻ എങ്ങനെയെന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് എനിക്കിതിനൊരു പ്രചോദനം കിട്ടിയത്, നമ്മുടെ സൂരജ് എന്ന് പറഞ്ഞിട്ടൊരാൾ ചാനൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ ഏഷ്യാനെറ്റിലെ പാടാത്ത പൈങ്കിളി
എന്ന സീരിയലിൽ ദേവ എന്നൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ നല്ല രസം തോന്നി, കേട്ടിരിക്കാൻ നല്ല രസം തോന്നി. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ അടുത്തിരുന്ന് പറയുന്ന പോലെ വളരെ കാഷ്വൽ ടോക്കാണ്, ഒരു മോട്ടിവേഷൻ സ്പീച്ചൊന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് പറയാനുള്ള കാര്യം ഇതേപോലെ പറയാലോ, അതിനൊരു ഒഫീഷ്യലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന പോലെയൊന്നും വേണ്ടല്ലോ, വളരെ കാഷ്വലായി സംസാരിക്കാം എന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുവെങ്കിൽ, ഇതൊക്കെ ഉപയോഗിച്ച് അനീമിയയുടെ പ്രോബ്ലമൊക്കെ കുറയുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് സൂരജ് സാറിന് തന്നെയാണ്. കാരണം ഇങ്ങനൊരു വീഡിയോ ഇടാൻ എനിക്ക് പ്രചോദനം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ നിന്നാണ്. സോ എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അനീമിയ പ്രോബ്ലം ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ ഈ മുരിങ്ങയില അരച്ചൊന്ന് കഴിച്ചു നോക്കൂ, വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി, ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.